ഹലോ, വെൽക്കം ടു eapc.com. ഇന്ന് നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് എങ്ങനെ നോട്ടിഫിക്കേഷൻ അലേർട്ട് എന്തെങ്കിലും പോസ്റ്റ് ആഡ് ആക്കൽ എങ്ങനെയെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, മൊബൈലിൽ തന്നെ ലൈവ് വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേർഡ് പ്രസ് വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് വേർഡ് പ്രസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങളെ വെബ്സൈറ്റ് വേർഡ് പ്രസ്സിലാണെങ്കിൽ. വേർഡ് പ്രസ് അല്ലെങ്കിൽ ഇതിൽ വർക്കാവില്ല കേട്ടോ, ഇങ്ങനെ വർക്കാവില്ല. അത് കസ്റ്റം ലോഗിൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ വേർഡ് പ്രസ് ഇവിടെ കാണുന്നുണ്ടല്ലോ, W എന്നുള്ള ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത പാട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് കണ്ടിന്യൂ വിത്ത് wordpress.com, പിന്നെ എൻ്റർ യുവർ എക്സിസ്റ്റിംഗ് സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ നമ്മൾ പോകേണ്ട രണ്ടാമത്തെ ഓപ്ഷനാണ് എൻ്റർ യുവർ എക്സിസ്റ്റിംഗ് സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താക്കുക, നമ്മൾ സൈറ്റിൻ്റെ അഡ്രസ്സ് അവിടെ കൊടുക്കുക. ഓക്കെ, അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങളെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. അത് നിങ്ങളെ ആ സൈറ്റിൻ്റെ അഡ്മിൻ യൂസർ നെയിം പാസ്വേഡ്. അപ്പോൾ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ആകുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ എന്താവും, നമ്മളെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ആവും. ഈ ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് എന്താക്കുക, അതിനെ പോസ്റ്റ് ആഡ് ആക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് പോസ്റ്റ് മീഡിയ പേജസ് കമൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് പോസ്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ആഡ് ആക്കുക. അല്ലെങ്കിൽ ഇവിടെ താഴെ ഒരു പ്ലസ് കാണുന്നുണ്ടല്ലേ, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്താ പറയുക, നമ്മൾ പോസ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്, പേജല്ല. അപ്പോൾ ബ്ലോഗ് പോസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൈറ്റലും ഡീറ്റെയിൽസും കൊടുക്കണം. ഞാനിവിടെ ChatGPT ഒരു ഷോർട്ടായിട്ടൊന്ന് ഒരു ടെക്സ്റ്റ് ഇവിടെ ഇതാക്കിയിട്ട് അതിനെ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങളെ പോസ്റ്റ് നിങ്ങൾ എന്താ ഇവിടെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ജനറേറ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് ടൈറ്റലും കണ്ടൻറ്റും ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ ഒരു ടൈറ്റലും ഡീറ്റെയിലും കൊടുത്തിന്. ഇവിടെ എത്ര ഡീറ്റെയിലും എത്ര ലെങ്തി പോസ്റ്റ് വേണം നമുക്കിവിടെ ടൈപ്പ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇമേജസ് ആഡ് ആക്കുക, വീഡിയോസ് ആഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് ജസ്റ്റ് ഇവിടെ കൊടുത്തെങ്കിൽ ആ വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ എംബെഡ് ആവും. ഇമേജ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുക. ആണെങ്കിൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഇമേജ് ഇവിടുന്ന് എടുക്കുന്നു. ചൂസ് ഫ്രം ഡിവൈസ് കൊടുക്കുക. ക്യാമറ യൂസ് ആക്കി നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആൾറെഡി സൈറ്റിലേക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മീഡിയ ലൈബ്രറിയിൽ കാണും. ഇപ്പോൾ നമുക്ക് ചൂസ് ഫ്രം ഡിവൈസ് കൊടുത്തിട്ട് ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്ത്. ഓക്കെ, സോ എന്നിട്ട് എന്താക്കുക, നമുക്ക് ഇതിനെ പോസ്റ്റ് ചെയ്യുക. ആ ഫോട്ടോ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തതിന് ഇവിടെ നമുക്ക് എന്താക്കുക, പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇനിയൊരു ഓപ്ഷൻ ഉണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ. ഫീച്ചേർഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് വേർഡ് പ്രസ്സിൽ. ഫീച്ചേർഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ മെയിൻ ഫോട്ടോ. ആ ഫോട്ടോ ഇത് ശരിക്കും ഫീച്ചേർഡ് ഇമേജ് അല്ല, നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിലാണ് വന്നിട്ട് ഇമേജിനെ ഇൻസെർട്ട് ചെയ്തത്. നമുക്ക് ഫീച്ചേർഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മേലെ നമുക്ക് പബ്ലിഷിൻ്റെ അടുത്ത് 3 ഡോട്ട്സ് കാണുന്നുണ്ടല്ലേ, ഇവിടെ പോയെങ്കിൽ പോസ്റ്റ് സെറ്റിങ്സ് എന്നുണ്ട്. ഇതിൽ പോയെങ്കിൽ നമുക്കിവിടെ സെറ്റ് ഫീച്ചർഡ് ഇമേജ് കൊടുക്കുക. ഫീച്ചർഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ന്യൂസ് വെബ്സൈറ്റെല്ലാം കാണുമ്പോൾ അതിൽ ഒരു ഇമേജ് ഉണ്ടാവും, അതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതാണ് ഫീച്ചർഡ് ഇമേജ്, ആ മെയിൻ ഇമേജ്, ആ പോസ്റ്റിൻ്റെ മെയിൻ ഫോട്ടോ. ഓക്കെ, അതെന്തും ആകാം. നിങ്ങൾ എന്തിനെ കുറിച്ചാണോ പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റിൻ്റെ ഫോട്ടോ, എന്ത് ഫോട്ടോ വേണം നിങ്ങൾക്ക് ഫീച്ചർഡ് ഇമേജ് ആയിട്ട്, ഒരു ഇമേജ് ഫീച്ചർഡ് ഇമേജ് ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. സെയിം അതേ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാറ്റഗറീസ് സെലക്ട് ചെയ്യുക. ഇവിടെ ആൾറെഡി ഞാൻ ഇത്ര കാറ്റഗറീസ് ആഡ് ആയിന്. അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറി ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ പ്ലസ് കൊടുത്തെങ്കിൽ നമുക്ക് എന്താക്കുക, കാറ്റഗറീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സേവ് കൊടുത്ത് ഇപ്പോൾ ആ കാറ്റഗറി സെലക്ട് ആയിന്. എന്നിട്ട് ഇവിടെ ബാക്കിൽ പോവുക. ഇപ്പോൾ കാറ്റഗറി സെലക്ട് ആയി. ടാഗ്സ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക.
ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കൊടുക്കുന്നില്ല ഹാഷ്ടാഗ്. അങ്ങനെ നമുക്ക് ഇവിടെ എന്താക്കാം, കുറേ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നായി മൈസൂർ എന്നുള്ളൊരു ടാഗ്. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യുക പോസ്റ്റിക്കുള്ള. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എന്തായി, ഫീച്ചർഡ് ഇമേജായി, കാറ്റഗറി സെലക്ട് ആയി, ടാഗ്സ് വേണമെങ്കിൽ ടാഗ്സ് ഇൻക്ലൂഡ് ആക്കുക. എന്നിട്ട് ഡൺ കൊടുത്തിട്ട് ഇപ്പോൾ എന്തായി, നമ്മളെ പോസ്റ്റിൻ്റെ ടൈറ്റിൽ, ഡീറ്റെയിലിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഉണ്ട്, പിന്നെ ഫീച്ചർഡ് ഇമേജ് കൊടുത്ത് കാറ്റഗറി സെലക്ട് ആക്കി, ടാഗ്സും ഇൻക്ലൂഡ് ആക്കി. എന്നിട്ട് നമ്മൾ എന്താക്കണം, പബ്ലിഷ് കൊടുക്കുക ഇവിടെ. ഓക്കെ, ഇതിപ്പോൾ നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് പബ്ലിഷ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സൈറ്റിൽ ലൈവ് ഉണ്ടാവും. വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യാൽ നമുക്ക് വ്യൂ പോസ്റ്റ് കൊടുക്കുക. സൈറ്റിൽ പോയിട്ട് ആ പോസ്റ്റ് ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫീച്ചർഡ് ഇമേജ്. ഇവിടെ ടോപ്പിൽ കാണിക്കുന്നുണ്ടല്ലോ, ഇത് ഫീച്ചർഡ് ഇമേജ്. പിന്നെ കണ്ടൻസ്, അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഉള്ളിലൊരു ഫോട്ടോ അപ്ലോഡ് ആക്കിയല്ലേ കണ്ടൻസിൻ്റെ ഉള്ളിൽ, അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു വേർഡ് പ്രസ്സിലേക്ക് നമുക്ക് ന്യൂസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്തോ ആവും, ആഫേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ പോസ്റ്റാക്കിയ പോസ്റ്റിനെ നമുക്ക് എന്താക്കുക, ഇവിടെ മേലെ പെൻ സിമ്പിൾ എന്തെങ്കിലും എഡിറ്റ് ആക്കണമെങ്കിൽ ഇവിടെ പോയിട്ട് എഡിറ്റ് ആക്കുക, ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കുക, അഡ്മിൻ ലോഗിൻ ആയിട്ട് എല്ലാം പറ്റും ഇതിൽ. ഓക്കെ.